ഹായ് ഫിഷി ഡോക്ടേഴ്സ്. നമ്മുടെ നീറ്റ് പ്രിപ്പറേഷൻ അതിന്റെ ആദ്യത്തെ ഘട്ടം പിന്നിടുകയാണ് അല്ലെ. നമ്മൾ 3 മാസത്തോളമായി പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ കുറെ പേരെങ്കിലും ഇപ്പോൾ ഒരു സ്റ്റക്ക് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കും, എനിക്കറിയാം. ഞാൻ ഈ വീഡിയോ എസ്പെഷ്യലി പറയുന്നത് റിപ്പീറ്റേഴ്സിനും സൂപ്പർ റിപ്പീറ്റേഴ്സിനും വേണ്ടിയാണ്. കാരണം നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒരു കൺഫ്യൂസ് സ്റ്റേജിലാണ്. കുറേ പ്രശ്നങ്ങൾ ആദ്യത്തെ 1 മാസമൊക്കെ നിങ്ങൾ നീറ്റ് 2024ന്റെ കോൺട്രവേഴ്സീസും അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ കേസിന്റെ വിധിയും അതിന്റെ പിന്നാലെ പോയി കുറെ സമയം പോയവരുണ്ടാകും. ഇനി എന്തെങ്കിലും റീനീറ്റ് ഉണ്ടാകുമോ, റീനീറ്റിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് സമയം ഒരുപാട് പോയവരുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇപ്പോഴത്തെ സ്കോറിന് എനിക്ക് അഡ്മിഷൻ കിട്ടുമോ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം, ഇതിൽ കിട്ടിയില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കൗൺസിലിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഇതിൽ കുറെ ടൈം വേസ്റ്റ് ആയവരുണ്ടാവും. കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്യാം, അങ്ങനെ അതിൽ ത്രൂ കിട്ടുമോ നോക്കാം, കട്ട് ഓഫിനൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന് അങ്ങനെ സമയം പോയവരുണ്ടാക്കും. ഇനി അതുമല്ല, കോഴ്സ് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഒരു വഴിയിൽ പോട്ടെ, പക്ഷേ എന്താണെങ്കിലും ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്, നീറ്റ് 2025 ഞാൻ എഴുതുന്നുണ്ടെന്ന് ഉള്ള ഡിറ്റർമിനേഷനിലൂടെ സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ചെറിയ ഇടയ്ക്ക് മടിയൊക്കെ വന്നു നമുക്ക്, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നു, പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു, പിന്നെ നമുക്ക് ആ കൺസിസ്റ്റൻസി കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ കുറേ ഡിസ്ട്രാക്ഷൻസും സോഷ്യൽ മീഡിയ, ഫ്രണ്ട്ഷിപ്സ്, റിലേഷൻഷിപ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഈ ആദ്യത്തെ 3 മാസം വേസ്റ്റ് ചെയ്തു നമുക്ക് തോന്നിയിട്ടുണ്ടാവും. ഇനി അതുപോലെ കുറേ പേരൊക്കെ നല്ലപോലെ പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഉള്ള ഒരു കൺഫ്യൂഷനാണ്, ഞാൻ ഇനി മുതൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, എനിക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് ആദ്യം മുതൽ കോൺസെപ്റ്റുകൾ പഠിച്ച് ആദ്യം മുതൽ സിലബസ് പഠിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഡെഫിനറ്റ് ആയിട്ടും പറ്റും, അത് തന്നെയാണ് എൻ്റെ ഉത്തരം. ബിക്കോസ് ഇനി നിങ്ങൾ ലാസ്റ്റ് 3 മന്ത്സിൽ ചോദിച്ചാലും ഞാൻ പറയും നിങ്ങൾക്ക് നീറ്റ് ഇനി ആണെങ്കിലും പഠിച്ച് സെറ്റാക്കാന്ന് പറയും. പക്ഷേ നിങ്ങൾ എത്ര നേരത്തെ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്നു അത്രയും അടിപൊളിയായിരിക്കും നിങ്ങളുടെ നീറ്റ് 2025ന്റെ സ്കോർ. അപ്പോൾ നീറ്റ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ നമ്മൾ എത്ര ഡ്യൂറേഷൻ ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ പഠിക്കുന്നത് ഒരു കുറച്ച് സമയമാണെങ്കിലും നമ്മൾ വളരെ ഇഫക്റ്റീവായി കോൺസെപ്റ്റ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അത് ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്ത് മോക്ക് എക്സാമുകൾ എഴുതി നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് മുമ്പോട്ട് പോവുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സമയം, അതായത് നമ്മളിപ്പം ഓഗസ്റ്റ് കഴിയാനായല്ലോ, സെപ്റ്റംബർ മുതൽ തുടങ്ങുകയാണെങ്കിൽ മെയ് 2025 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 9 മാസത്തോളം സമയം ഉണ്ട്. ഈ 9 മാസം നമ്മൾ അടിപൊളിയായിട്ട് നല്ലൊരു പ്ലാനോട് കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്കോറിൽ എത്താം. ഇതിനു മുമ്പ് മക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നീറ്റ് 2025 നല്ല ടഫായിട്ടുള്ള എക്സാം ആയിരിക്കും. ടഫ്നെസ് നോട്ട് ഇൻ ടേംസ് ഓഫ് പേപ്പർ ഡിഫിക്കൽട്ടി, അതായത് ക്വസ്റ്റ്യൻസ് ടഫ് ആവുന്നല്ല, ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും സെയിം സിലബസ് ആണ്. ഇപ്പൊ തന്നെ സിലബസിൽ കുറെ മാറ്റവും വന്നിട്ടുണ്ട്, കുറെ റിമൂവ് ആയിട്ടുണ്ട് അല്ലെ. അപ്പോ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഈ പ്രാവശ്യത്തെ പേപ്പറും നല്ലൊരു ഈസി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു, ഒരു മോഡറേറ്റ് പേപ്പർ തന്നെ ആയിരുന്നു എന്നും പറയും, ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. പക്ഷെ നീ 2025 ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇതുപോലൊക്കെ തന്നെ വരുള്ളൂ, സെയിം സിലബസ്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം ഉണ്ടാവും, കുറച്ച് മേ ബി ന്യൂ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഡിഫിക്കൽട്ടി വിൽ ബി ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയറിങ്. കോമ്പറ്റീഷൻ നന്നായിട്ട് കൂടും. ഇപ്രാവശ്യം കുറെ കോൺട്രവേഴ്സി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എഴുതുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കുറയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അതെന്താണെങ്കിലും ഉണ്ടാകും. പിന്നെ നമ്പർ ഓഫ് ക്വാളിറ്റി റിപ്പീറ്റേഴ്സ്, അതായത് ഇപ്രാവശ്യം ഒരു 600 മുതൽ 650 മാർക്ക് കിട്ടിയവരിൽ കുറെ പേർക്കെങ്കിലും കൗൺസിലിംഗിൽ കിട്ടാത്തവരുണ്ടാവും. ജനറലിലൊക്കെ ഈ നല്ല റേഞ്ച് ഓഫ് മാർക്സ് കിട്ടിയിട്ട് പോലും അവർക്ക് എന്താ പറയുക, അവർക്ക് അവരുടെ ഡ്രീം കോളേജിൽ സീറ്റ് കിട്ടാത്തവരുണ്ടാവും. കാരണം കട്ട് ഓഫ് കൂടി, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പം ഇവരെല്ലാവരും ക്വാളിറ്റി റിപ്പീറ്റേഴ്സ് ആണ്. ഇവരൊക്കെ അടിപൊളിയായിട്ട് സിലബസ് അറിയുന്നവരാണ്, നല്ല പോലെ പഠിച്ചു വന്നവരാണ്. പക്ഷേ ഇവരുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇപ്പം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റി റിപ്പീറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് റിപ്പീറ്റേഴ്സിന്റെ നമ്പറും വളരെ കൂടുതലായിരിക്കും. കാരണം ഇതുപോലെ തന്നെ അഡ്മിഷൻ കിട്ടുന്നതിന്റെ വക്ക് വരെ എത്തിയിട്ട് ചെറിയ ചില കാരണങ്ങൾ കൊണ്ട് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാതെ മാറിപ്പോയവരായിരിക്കും അവർ. അപ്പോൾ അവർക്ക് ഓൾറെഡി സിലബസ് നന്നായിട്ട് അറിയാം. ഒരുപാട് പ്രാവശ്യം അവർ നീറ്റ് എക്സാം എഴുതിയിട്ടുള്ളവരുണ്ടാകും, മോക്ക് എക്സാമുകൾ നല്ലപോലെ ചെയ്യുന്നവരുണ്ടാകും, സിലബസ് ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ചവരായിരിക്കും. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഇങ്ങനെ ഇൻ ടേംസ് ഓഫ് കോമ്പറ്റീഷൻ, ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ക്വാളിറ്റി റിപ്പീറ്റേഴ്സ് ഒക്കെയാണ് നീറ്റ് 2025 നമുക്ക് ടഫ് ആവാൻ പോകുന്നത്. ബേസിക്കലി നമ്മൾക്ക് എന്താ പറയുക, നമ്മളുടെ ഡ്രീം കോളേജിലേക്ക് എത്താനുള്ള ആ മാർക്കിലേക്ക് എത്താൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. പക്ഷെ ഇപ്പൊ കറക്റ്റ് ടൈമാണ്. ഇനി അങ്ങോട്ടാണെങ്കിലും മക്കൾ നല്ലപോലെ അങ്ങോട്ട് പഠിച്ച് പോയാൽ മതി. ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? സോ
നമ്മൾ ഈ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. കുറെ പേരൊക്കെ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് കുറെ പെൻഡിങ് ചാപ്റ്റേഴ്സ് വന്നു, ബാക്ക്ലോഗ്സ് വന്നു, അപ്പോൾ അത് ക്ലിയർ ചെയ്യാനായിട്ടാണ് എനിക്കിപ്പോൾ സമയം പോകുന്നത്, അല്ലെങ്കിൽ ഇനി പെൻഡിങ് വന്നത് ഓർത്തിട്ടാണ് ഞാൻ വിഷമിക്കുന്നത് എന്നുള്ളത്. പെൻഡിങ് വന്നത് അവിടെ നിൽക്കട്ടെ, ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാനുള്ള ഐഡിയ ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ബാക്ക്ലോഗ്സ് ഒരു വഴിക്ക് നമുക്കൊരു ഷെഡ്യൂൾ അനുസരിച്ച് അതിങ്ങനെ ക്ലിയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക, കുഴപ്പമില്ല. കാരണം ആ ചാപ്റ്ററുകളിലേക്ക് നമ്മൾ ഇനി തിരിച്ചു വരും. കാരണം ആദ്യത്തെ ഒരു 2-3 ചാപ്റ്റർ അല്ലേ നമ്മൾ നമ്മുടെ റിവിഷൻ പ്ലാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സിലബസ് തീർന്നു കഴിഞ്ഞ് റിവിഷൻ തുടങ്ങുമല്ലോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ബാക്ക്ലോഗ്സ് ഒന്നും കൂടി നോക്കും. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യും, ഒരുപാട് റിപ്പീറ്റഡ് റിവിഷൻസ് നമുക്ക് ഉണ്ടാവും. അപ്പോഴൊക്കെ നമുക്ക് സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കുന്നത്, നിങ്ങൾ ഇപ്പൊ തന്നെ മിസ്സിന്റെ കൂടെ ഒരു തീരുമാനം എടുക്കുക. സെപ്റ്റംബർ മുതൽ നമ്മൾക്ക് തുടങ്ങാൻ പോകുന്ന ചാപ്റ്റേഴ്സ്, സെപ്റ്റംബർ മുതൽ നമ്മളുടെ ഷെഡ്യൂളിലുള്ള ക്ലാസ്സസ് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യും. അതിൽ ഞാനൊരു വീഴ്ച വരുത്തില്ല. ഇതുവരെ നടന്നതൊക്കെ നടന്നു, പാസ്റ്റ് ഇസ് പാസ്റ്റ്. നമുക്ക് അവിടെ തിരിച്ചു പോയി അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ യു ഹാവ് ദ പവർ ടു ചേഞ്ച് യുവർ ഫ്യൂച്ചർ. അത് നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടൊരു ഷെഡ്യൂൾ അനുസരിച്ച് പോവുക, ഒരു ഡിസിപ്ലിൻ തന്നെ നമ്മുടെ നമ്മൾ കൊണ്ടുവരിക. സോ ഞാൻ വലിയ കോമ്പറ്റീഷൻ ഉണ്ടാവും എന്നൊക്കെ മക്കളോട് പറഞ്ഞു. നമ്മൾ എങ്ങനെയാ ഈ കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യാൻ പോകുന്നത്? ഇറ്റ് ഈസ് ത്രൂ അവർ കൺസിസ്റ്റന്റ് ഹാർഡ് വർക്ക്. അതായത് സക്സസിൽ എത്തിയ ഒരാളും ഒറ്റയടിക്ക് ഭയങ്കര ഉയർച്ചയിൽ എത്തിയവരായിരിക്കില്ല. നിങ്ങൾ ആരുടെ സ്റ്റോറി വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളൂ. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ദ സെയിം തിങ് അവർ റിപ്പീറ്റഡ് ആയിട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണ് അവർ പെർഫെക്ഷനിലേക്ക് എത്തിയിട്ടുള്ളത്. സോ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെറുതെ ഞാൻ കൺസിസ്റ്റന്റ് ആവുമെന്ന് പറഞ്ഞാൽ പോരാ, നമുക്കൊരു ഷെഡ്യൂൾ വേണം. അപ്പോൾ ഇനി നമ്മുടെ ഓൺലൈൻ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ധീര ബാച്ചസ് ഉണ്ട് അല്ലേ, ഫീനിക്സ് ബാച്ച്, സൂപ്പർ റിപ്പീറ്റേഴ്സ് ഉണ്ട്, ഫീനിക്സ് ബാച്ച് ഉണ്ട്. അപ്പോൾ ധീരയിലൊക്കെ ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ കോൺസെപ്റ്റ്സ് പഠിച്ചു പോവാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിലും നിങ്ങൾ വൃത്തിയായിട്ട്, ധീരയിലൊക്കെ നമ്മളിപ്പോൾ 11th ടോപ്പിക്സ് തീർക്കുന്നതേ ഉള്ളൂ അല്ലേ, പിന്നെ 12th നമ്മൾ സ്റ്റാർട്ട് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല എമൗണ്ട് ഓഫ് ടൈം നമ്മൾക്ക് സ്പെൻഡ് ചെയ്ത് പഠിക്കാം. ഡീറ്റെയിൽ ആയിട്ടാണ് കോൺസെപ്റ്റ്സ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ബാച്ചിൽ മക്കൾ ജോയിൻ ചെയ്യുക. ഇപ്പം നിങ്ങൾ ശരിക്കും സീരിയസ് ആണെങ്കിൽ, ഓക്കെ, ഇഫ് റിയലി നീഡ് 2025 ഇസ് യുവർ ഗോൾ, നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ വേണം, നിങ്ങൾക്കൊരു സെറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ വേണം. നിങ്ങൾ വെറുതെ ഞാൻ ഷെഡ്യൂൾ ഉണ്ടാക്കും, ഞാൻ തന്നെ പഠിക്കുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വളരെ നല്ലത്, നിങ്ങൾ എന്താണെങ്കിലും സക്സസ്ഫുൾ ആകും. പക്ഷേ നമുക്ക് പ്ലാനൊക്കെ ഉണ്ടാക്കും, ആദ്യത്തെ ഒരു 2 മാസമൊക്കെ മേ ബി നമ്മൾ എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ചത് ഫോളോ ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾക്കൊരു ചെറിയൊരു ഡൗൺഫോൾ വരും. അപ്പോൾ ഈ മടി ഒഴിവാക്കാനാണ് always we should have a well set schedule which we will be forced. okay, ഓഫ്ലൈൻ ആയിട്ട് പോയി പഠിക്കാൻ പറ്റുന്ന മക്കളാണെങ്കിൽ അങ്ങനെ പോവുക, ഫോഴ്സ് ചെയ്യുക, നിങ്ങളെ ക്ലാസ് റൂമിലേക്ക് കൊണ്ട് ഇരുത്തുക. ബ്രെയിനിനെയും നമ്മളുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും ഒക്കെ കുറച്ച് കാലത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ഡിസൈഡ് ചെയ്യുക. ഞാൻ സെപ്റ്റംബർ 1 മുതൽ ഞാനൊരു ഷെഡ്യൂൾ ഫോളോ ചെയ്യും, ഞാനൊരു ബാച്ചിൽ ചേരും. ഓക്കെ, നിങ്ങൾക്ക് ഏത് ബാച്ച് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. കഴിഞ്ഞത് കഴിഞ്ഞു, പെൻഡിങ് ആയി. ഇനി അത് പഠിച്ചില്ല എന്ന് ഓർത്തിട്ട് ഇനി അങ്ങോട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാണ്ടിരിക്കുകയൊന്നുമില്ല. അപ്പോൾ ഒരു പുതിയ ഫ്രഷ് ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആ ചാപ്റ്റർ ഞാൻ പഠിച്ചു തുടങ്ങാൻ പോവാണ്. പെൻഡിങ് ആയിട്ടുള്ളത് പോട്ടെ, സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് വരുന്ന വീക്കെൻഡ്സിൽ നമ്മൾ എന്തെങ്കിലും ബാക്ക്ലോഗ് നോക്കുന്നുണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ടെസ്റ്റുകൾ മാക്സിമം വരുന്ന മോക്ക് എക്സാമുകൾ അപ്പോൾ തന്നെ എഴുതി പോവുക. ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ സെൽഫ് സ്റ്റഡി പ്ലാനിൻ്റെ ഒരു ഭാഗമാക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെല്ലാം ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് നിങ്ങളുടെ NCERT റീഡിങ്. കാരണം NCERTയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ മക്കൾ പഠിക്കുമ്പം ഇത് പ്രാക്ടീസ് ചെയ്യുക. NCERT റീഡിങ്, NCERT അവോയ്ഡ് ചെയ്യരുത്. NCERT റീഡിങ് മസ്റ്റ് ആണ്. NCERT ചിലപ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാനോ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനോ പറ്റിയില്ല എന്ന് വരും. അതിൻ്റെ സിംപ്ലിഫൈഡ് ഫോമായിട്ടാണ് നമ്മുടെ TPPസും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഉള്ളത്. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം. മൈൻഡ് മാപ്സ് യൂസ് ചെയ്ത് പഠിക്കാം. എന്ത് വേണമെങ്കിലും യൂസ് ചെയ്ത് പഠിക്കാം. ഇനി അങ്ങോട്ടാണെങ്കിലും നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. എസ്പെഷ്യലി നിങ്ങൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ ചെയ്ത് വന്നിരിക്കുന്നത് ഒരേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ന്യൂമെറിക്കൽ ബേസ്ഡ്, ഇക്വേഷൻ ബേസ്ഡ്, ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. പക്ഷേ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ടുള്ള നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ കണ്ടാൽ നിങ്ങൾക്കറിയാം, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് NCERT റീഡിങ് വേണം. വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് മക്കൾ ചെയ്യണം, ഒരു ടെസ്റ്റ് സീരീസ് ഒക്കെ പർച്ചേസ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക.
ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ കോൺസെപ്റ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും ചെയ്യുക. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കൺസിസ്റ്റൻസി. വി ഹാവ് ടു ബി കൺസിസ്റ്റൻറ്റ്, വി ഹാവ് ടു ഡിസിപ്ലിൻ അവർ സെൽഫ്. നമ്മളെ നന്നാക്കാൻ നമ്മൾക്ക് തന്നെ അല്ലാതെ വേറെ ആർക്കും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നീ 2025 ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പം ഇതുവരെയുള്ളതൊക്കെ കഴിഞ്ഞു, എല്ലാം പോട്ടെ, എല്ലാം അയച്ചു കളഞ്ഞു. സെപ്റ്റംബർ 1 മുതൽ നമ്മൾ നല്ലൊരു റുട്ടീനിലേക്ക് കയറുകയാണ്. നമ്മൾ നല്ലൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാണ്. ഞാൻ രാവിലെ ഏർലി മോർണിംഗ് ഇരുന്ന് പഠിക്കുന്ന ആളാണെങ്കിൽ എണീക്കുന്ന സമയം ഞാൻ സെറ്റ് ചെയ്യും, അല്ലെ, അലാമിൽ ഞാൻ ആ ടൈം സെറ്റ് ചെയ്യും. ആദ്യത്തെ ഒരു 3-4 ദിവസം എനിക്ക് ഉറക്കക്ഷീണമൊക്കെ ഉണ്ടാവും. പക്ഷെ പതുക്കെ പതുക്കെ ഞാൻ ആ സ്റ്റഡി പ്ലാനിലേക്ക് വരും. ആദ്യം നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ എപ്പോഴും നമ്മൾക്ക് പോസിറ്റിവിറ്റി തരുന്ന തിയററ്റിക്കൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ വായിക്കുന്നത്. ബയോളജി നിങ്ങൾക്ക് രാവിലെ ചെയ്യാം, അല്ലെ, അത് കഴിഞ്ഞ് ഫിസിക്സ്, അത് കഴിഞ്ഞ് കെമിസ്ട്രി, നിങ്ങൾക്ക് ഏതാണോ പ്രിഫറൻസ് അതനുസരിച്ചിട്ട്. രാത്രി ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ ന്യൂമറിക്കൽസ് ഒക്കെ രാത്രി ഇരുന്ന് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം, നീറ്റ് എക്സാം എഴുതാൻ നിങ്ങൾ പോകുന്ന ആ ഉച്ച കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർനൂൺ ടൈം 2 to 5 വരെയുള്ള സമയത്ത് നമ്മൾ ഒരിക്കലും കിടന്ന് ഉറങ്ങില്ല. ആ സമയം നമ്മൾ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെയോ എന്താ പറയുക സെൽഫ് സ്റ്റഡി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാം. അതിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആയിരിക്കും. പിന്നെ അൺനെസസറി ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ഞാൻ അവോയ്ഡ് ചെയ്യും. കാണാനുള്ള സിനിമയൊക്കെ ഈ വരുന്ന 2 ദിവസം കൊണ്ട് കണ്ടുള്ളൂ. അപ്പം നോ മോർ സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസ്, മൂവി ഡിസ്ട്രാക്ഷൻസ്, അൺനെസസറി ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമ്മൾ ഒഴിവാക്കാൻ പോവാണ്. അനാവശ്യമായിട്ടുള്ള ഉറക്കക്ഷീണം നമ്മൾ മാറ്റാൻ പോവാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇതിനൊക്കെയുള്ള ടിപ്സൊക്കെ മിസ് മുമ്പ് വന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് നമ്മളൊരു ഷെഡ്യൂളിലേക്ക് കയറാൻ പോവാണ്. നമുക്ക് ഡോക്ടർ ആവണ്ടേ മക്കളെ, ഫ്യൂച്ചർ ഡോക്ടേഴ്സ്? യെസ്, എല്ലാവരുടെയും ഡ്രീം ഫുൾഫിൽ ആവണം. അപ്പോൾ ഇനി ഓൾസോ നീറ്റ് പോലെയുള്ള ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാം, അതും ഈ പ്രാവശ്യം ഇത്രയും കോൺട്രവേഴ്സീസ് ഒക്കെ നടന്ന ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബി റെഡി ഫോർ സർപ്രൈസസ്. സിലബസിലെ മാറ്റങ്ങൾ വരാം, എക്സാമിൻ്റെ പാറ്റേണിൽ, അല്ലെങ്കിൽ കണ്ടക്ടിങ് അതോറിറ്റീൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ സർപ്രൈസസും അനൗൺസ്മെൻറ്റ്സും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഒരു വഴിക്ക് പോയിക്കോട്ടെ, നോ പ്രോബ്ലം. ഇപ്പോൾ പഠിക്കുന്നത് വൃത്തിയായിട്ട് പഠിച്ചു പോവുക. ഇനി അങ്ങോട്ടെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ട് പോവുക. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് നോക്കാം. അപ്പോൾ ഇതൊന്നും നിങ്ങളോട് വന്ന് പറഞ്ഞു തരണം തോന്നി. ഇനി 9 മാസം സമയമുണ്ട്. അതൊരു ചുരുങ്ങിയ ഒരു കാലാവധി അല്ല, നല്ല സമയമാണ്. അത് നല്ലപോലെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുക. ഇനിയും നമ്മൾ 2 മാസം കഴിയുമ്പോൾ ഞാൻ സമയം കളഞ്ഞു എന്ന് ഓർത്തിരുന്ന് കരയേണ്ട അവസ്ഥ വരരുത്. അത് മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. സോ യു ഡിസൈഡ്, ആൻഡ് ഇഫ് യു ഹാവ് ഡിസൈഡഡ്, follow a plan, make a study plan, make a timetable, follow it daily. I'm telling you, dedicate 4 hours exclusively for your self study. ക്ലാസ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ക്ഷീണിച്ചൊക്കെ ഉള്ള സമയമായിരിക്കും. ഓക്കെ, ആ ക്ഷീണവും ഇതൊക്കെ മാറ്റി റിലാക്സ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഒരു എല്ലാ ദിവസവും 1 hour ഓഫ് ഫിസിക്കൽ എക്സസൈസ് ഇതൊക്കെ ചെയ്ത് എല്ലാത്തിനും നമുക്ക് സമയം കിട്ടും. 4 hours ഓഫ് ഡെഡിക്കേറ്റഡ് ലേണിംഗ്. അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആ 4 hours നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. കുറച്ച് സമയം NCERT വായിക്കും, കുറച്ച് സമയം ക്വസ്റ്റ്യൻസ് നോക്കും, കുറച്ച് സമയം നമ്മൾ റിവൈസ് ചെയ്യും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. വീഡിയോസ് കാണാം. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു ഹൗ ഡു യു വാണ്ട് ടു റിവൈസ്. ബട്ട് പ്ലീസ് ചിൽഡ്രൻ, 4 hours ഓഫ് ഡെഡിക്കേറ്റഡ് ലേണിംഗ് ഇൻ എ ഡേ. അത് നിങ്ങളുടെ സെൽഫ് സ്റ്റഡി ടൈമാണ്. അത് രാവിലെ ആകാം, രാത്രിയാകാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. ബട്ട് പ്ലീസ് ഡു ഇറ്റ്. അപ്പോൾ ആസ് ഐ ടോൾഡ് യു, യുവർ ഫ്യൂച്ചർ ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്സ് മൈ ഫ്യൂച്ചർ ഡോക്ടർ. നല്ല പോലെ പോസിറ്റീവായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്.